വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. കാലിക്കറ്റ് ബൈപ്പാസിലെ കോരപ്പുഴ പാലത്തിന്റെ ഗേഡർ ലോഞ്ചിങ്ങും പൈലിങ്ങും അതുപോലെ മാമ്പുഴ അറപ്പുഴ പാലങ്ങളുടെ അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കോരപ്പുഴ പാലത്തിലേക്കുള്ള ഗേഡറുകൾ വെങ്ങളം ഫ്ലൈ ഓവറിന് സമീപമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇതുപോലെ ഹെവി പുള്ളർ മെഷീനുകളിലാണ് കൊണ്ടുവരുന്നത്. പാലത്തിന് സമീപമുള്ള സർവീസ് റോഡിലാണ് ട്രെയിലർ പാർക്ക് ചെയ്തിരിക്കുന്നത്. 36 മീറ്റർ ആണ് ഈ ഗഡറിന്റെ നീളം. 90 മെട്രിക് ടൺ ആണ് ഇതിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. രണ്ട് ഹെവി ക്രെയിൻ ഉപയോഗിച്ച് ഗഡറിന്റെ രണ്ട് അറ്റത്ത് നിന്നാണ് ഇത് ലിഫ്റ്റ് ചെയ്യുക. മുകളിലുള്ള റോളിംഗ് മെഷീനിലേക്കാണ് ഗഡറുകൾ ആദ്യം വെക്കുന്നത്. ശേഷം റോളിംഗ് മെഷീൻ ഉപയോഗിച്ച് ഗേഡറിനെ ഗാൻട്രി ക്രെയിനിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. വളരെ പതുക്കെയാണ് ഇത് മൂവ് ചെയ്യുക. ഒരുപാട് പേര് അടങ്ങുന്ന ഒരു ടീം വർക്കാണ് ഗഡർ ലോഞ്ചിങ്. അങ്ങനെ ഗേഡർ ഗാൻട്രി ക്രെയിനിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അടുത്തതായി റോളിംഗ് മെഷീനിൽ നിന്ന് ഗാൻട്രി ക്രെയിനിന്റെ പുള്ളറുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഗഡറിന്റെ ഫുൾ കൺട്രോൾ ഗാൻട്രി ക്രെയിൻ ഏറ്റെടുത്തിരിക്കുന്നു. ഗഡർ ഡൗൺ ചെയ്യേണ്ട എക്സാക്ട് ലൊക്കേഷൻ എത്തുമ്പോൾ പതുക്കെ താഴേക്ക് ഇറക്കുന്നതാണ്.
ഗീഡർ ലോഞ്ചിങ് നടക്കുന്ന കോരപ്പുഴ പാലത്തിൽ തന്നെ പൈലിംഗ് വർക്കുകളും നടക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് കാണാം. കാലിക്കറ്റ് ബൈപ്പാസിലെ പാലങ്ങളിൽ എല്ലാ മൂന്നാമത്തെ പാലവും മറ്റൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ നിർമ്മാണം നടത്തുന്ന KMC തന്നെയാണ് ഈ പ്രൊജക്റ്റും ഈ വർക്കും ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് ബൈപ്പാസിന്റെ ഇനാഗുറേഷന് മൂന്നാമത്തെ പാലത്തിന്റെ നിർമ്മാണം തീരണം എന്നില്ല. അതിനു മുൻപ് തന്നെ കാലിക്കറ്റ് ബൈപ്പാസ് ഇനാഗുറേഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് തോന്നാം, ഈ മനുഷ്യൻ എന്തിനാണ് പൈലിംഗ് കഴിഞ്ഞ പില്ലറുകൾ പൊളിക്കുന്നത്? പൈൽ ചെയ്തു കഴിഞ്ഞാൽ കമ്പി പുറത്തേക്കുണ്ടാവില്ല. അതിന്റെ മുകളിൽ പൈൽ ക്യാപ്പ് ചെയ്യണമെങ്കിൽ കമ്പി പുറത്തേക്ക് വേണം. അതുകൊണ്ട് 1.5 മീറ്റർ അത് പൊട്ടിച്ചെടുക്കണം. അതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കാലിക്കറ്റ് ബൈപ്പാസിൽ സ്ലോ മൂവിംഗ് ട്രാഫിക്കോ അല്ലെങ്കിൽ ട്രാഫിക് ജാമോ അനുഭവപ്പെടുന്ന 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് അറപ്പുഴ പാലം, മറ്റൊന്ന് മാമ്പുഴ പാലം. 6 വരിയിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് 2 വരിയിലേക്ക് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് ജാമാണ് ഇത്. അതിനും ഒരു പരിഹാരമാവുകയാണ്. മാമ്പുഴ പാലത്തിന്റെ DBM വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിന്റെ വർക്കും കൂടെ കഴിഞ്ഞാൽ ഫെബ്രുവരി ആദ്യ വാരത്തിൽ ഈ പാലം തുറന്നു കൊടുക്കുന്നതാണ്. അറപ്പുഴ പാലം 8 സ്പാനുകളാണ് ഈ പാലത്തിനുള്ളത്. സ്പാനുകളുടെ വർക്കും കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി DBM വർക്കുകളും അപ്രോച്ച് റോഡ് ലെവലിംഗും മാത്രമാണ് ബാക്കിയുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ ഈ പാലം തുറന്നു കൊടുക്കുന്നതാണ്. മലാപ്പറമ്പ് വെഹിക്കിൾ ഓവർപാസിന്റെ ഗീഡർ ലോഞ്ചിങ് നടക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർഡിലോ നൽകുന്നു. കാലിക്കറ്റ് ബൈപ്പാസിന്റെ ഫുൾ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലങ്ങളോ റീച്ചുകളുടെയോ അപ്ഡേറ്റ് അറിയണമെങ്കിൽ കമന്റിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.